ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതിൽ ഓൾ തന്നെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബർഗർ ബ്രെഡ് കോൺസ് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് വേണം. മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ 2 ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചപ്പാത്തി കുഴലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി തിന്നായി കിട്ടും ബ്രെഡ്. ഇനി ആ 4 സൈഡും നമ്മുടെ മൈദ പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. സൈഡിൽ 4 സൈഡിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ 2 കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 ബ്രെഡും കൂടിയും വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിക്കിട്ടും. കാരണം നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബ്രെഡ്സൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ സെറ്റാക്കി വെക്കാം. അങ്ങനെ എല്ലാ ബ്രെഡ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 2 കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് പൊടി, ബ്രെഡ് ക്രംസും കൂടിയും വേണം. നമുക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് ഈ മുട്ടയിൽ മുക്കി നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡ്സും നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കാം. അങ്ങനെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ഓയിൽ ചൂടായ ശേഷം ഓരോ ബ്രെഡ് ഓയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീരെ നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിം ആവാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിം, എണ്ണ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് എല്ലാ ബ്രെഡും പൊരിച്ചെടുക്കുക. കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാ ബ്രെഡ്സും നമുക്ക് പൊരിച്ച് മാറ്റി വെക്കാം. ഇതിലേക്ക് ഫില്ലിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബർഗർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് ബാക്കി നമ്മളെ ക്യാബേജും കുക്കുംബറൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ബർഗർ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ബർഗർ ഫില്ലറ്റ്സ് ഉണ്ടായിരുന്നു റെഡിമെയ്ഡായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഫില്ലറ്റ്സാണ് പൊരിച്ചെടുക്കുന്നത്. ബർഗർ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കുക്കുംബറും അതുപോലെ തന്നെ ക്യാബേജും ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗാർലിക് പേസ്റ്റാണ്. അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു വേറെ ഒരു പേസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ്, 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് കോൺ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് റെഡിയാക്കി സെറ്റാക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ കോൺസും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് എടുത്ത് നോക്കുക. അതിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.